ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഔലിയാക്കളിൽ പ്രമുഖനായ ബഹുമാനപ്പെട്ട ഖുത്ബുൽ ആലം CM വലിയുല്ലാഹി തങ്ങളുടെ പേരിൽ ഞാൻ ഈ പറയാൻ പോകുന്നത് പോലെ നേർച്ചയാക്കി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി തരും. നമ്മളെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അകറ്റി തരുമെന്നുള്ളതാണ്. എങ്ങനെയാണ് നേർച്ചയാക്കേണ്ടത് എന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദമായി പഠിക്കാം. അല്ലാഹുവേ, CM വലിയുല്ലാഹി തങ്ങളെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ജീവിതത്തിൽ സന്തോഷം നൽകണേ, സമാധാനം നൽകണേ, റാഹത്ത് നൽകണേ, അഭിമാനം നൽകണേ, പ്രശ്നങ്ങളും പ്രയാസങ്ങളും അകറ്റിത്തരണേ റബ്ബേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. الصلاة والسلام عليك يا رسول الله، الصلاة والسلام عليك يا حبيب الله. إلهي أنت مقصودي ورضاك مطلوبي، اللهم اقض حاجاتنا يا قاضي الحاجات. لا إله إلا الله، لا إله إلا الله، لا إله إلا الله മുഹമ്മദുർ റസൂലുള്ളാഹ്. ഭൂമി മീതെ പാപിയായി വാണിടുന്ന ഞങ്ങളെ ശൈഖുനാ മടവൂരിനാലെ കാവലേക് റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ലാഹിറും വ ബാത്തിനായ ലോകമീന്ന് ഞങ്ങളെ ശൈഖുനാ മടവൂരിനാലെ കാവലേക് റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാ ബലാലും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും മടവൂർ ബലി ബറക്കത്തിനാൽ എമൈക്കാക്കണം യാ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ദണ്ഡം ബാബ സൂരിയും മറ്റുള്ള ദീനമടങ്കലും മടവൂർ വലി ബറക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ദാഹമൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ വടവൂർ വലി തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി നമ്മളെ മജ്ലിസ് കാണുന്ന മുത്തു മുഅ്മിനീങ്ങൾ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് എന്ന് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ മജ്ലിസിൽ ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും പല സങ്കടങ്ങളും പല ദുഃഖങ്ങളും പറഞ്ഞു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ റഹ്മാനെ. ബഹുമാനപ്പെട്ട ഖുത്ബുൽ ആലം CM വലിയുല്ലാഹി തങ്ങളെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ മജ്ലിസ് നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. മടവൂരി തങ്ങളെ ബർക്കത്ത് കൊണ്ട് ആരൊക്കെ ഞങ്ങളെ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ടോ അവരുടെ എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടിയും നമ്മളെ മജ്ലിസിന്റെ അവസാനം ദുആ ചെയ്യണം. അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ ഈ മജ്ലിസിൽ വളരെ ക്ഷമയോടെ പങ്കെടുക്കണമെന്ന് ഉണർത്തുകയാണ്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം മഹാനായ CM വലിയുല്ലാഹി തങ്ങളുടെ പേരിൽ നേർച്ചയാക്കി കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ എങ്ങനെയാണ് നേർച്ചയാക്കേണ്ടത്? ഞാൻ ഈ പറയാൻ പോകുന്ന രൂപത്തിൽ നേർച്ചയാക്കി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു തരും, എല്ലാ ബുദ്ധിമുട്ടുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല അകറ്റിത്തരുമെന്നുള്ളതാണ്. ഇങ്ങനെ നേർച്ചയാക്കി ഒരുപാട് ആളുകൾക്ക് ഫലം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഒന്നാമത് നമ്മൾ നേർച്ചയാക്കേണ്ടത്, മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി തങ്ങളുടെ പേരില് ഫാത്തിഹ നേർച്ചയാക്കുക എന്നുള്ളതാണ്. നമ്മൾ മുമ്പ് ഒരു മജ്‌ലിസിൽ പറഞ്ഞിട്ടുണ്ട്, എന്നും CM വലിയുള്ളാഹി തങ്ങളുടെ പേരിൽ ഫാത്തിഹ ഓതുക എന്നുള്ളത്. ഇതല്ല, നമ്മൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോ ഒരു 33 പ്രാവശ്യം CM വലിയുള്ളാഹി തങ്ങളുടെ പേരിൽ ഫാത്തിഹ നേർച്ചയാക്കുക. ഒരു 11 പ്രാവശ്യം CM വലിയുള്ളാഹി തങ്ങളുടെ പേരിൽ ഫാത്തിഹ നേർച്ചയാക്കുക. ഒരു 101 പ്രാവശ്യം CM വലിയുള്ളാഹി തങ്ങളുടെ പേരിൽ ഫാത്തിഹ നേർച്ചയാക്കുക. അതല്ലെങ്കിൽ കഴിയുന്ന ആളുകൾ 313 പ്രാവശ്യം മഹാനവറുകളുടെ പേരിൽ ഫാത്തിഹ നേർച്ചയാക്കി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു നൽകും. കഴിയുന്ന ആളുകൾ നേർച്ചയാകാതെ തന്നെ എന്നും അവിടുത്തെ പേരിൽ ഫാത്തിഹ ഓതുക. കാരണം അത്ര വലിയ മഹാനാണ് CM വലിയുള്ളാഹി തങ്ങള്, ഖുത്ബുൽ ആലമാണ്. അവിടുന്ന് വഫാത്താകുന്നതിന്റെ മുമ്പ് പറഞ്ഞു, ലോകത്തോട് പറഞ്ഞു, അന മുദബ്ബിറുൽ ആലം, ഞാൻ ലോകം തദ്ബീർ ചെയ്യുന്ന ആളാണ്. അത്രയും സ്ഥാനം അല്ലാഹു കൊടുത്ത് ആദരിച്ച മഹാനാണ് CM വലിയുള്ളാഹി തങ്ങള്. ജീവിതകാലത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഒരുപാട് കറാമത്തുകൾ കാട്ടിയ മഹാനാണ് CM വലിയുള്ളാഹി തങ്ങള്. അതുകൊണ്ട് ധൈര്യമായി അവിടുത്തെ പ്രിയം വെച്ചോ, ധൈര്യമായി അവിടുത്തെ പേരിൽ ഫാത്തിഹ ഓതിക്കോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ആഗ്രഹങ്ങൾ നിറവേറ്റി തരുമെന്നുള്ളതാണ്. ഇനി നമ്മൾക്ക് കടുത്ത പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിൽ അവിടുത്തെ പേരിൽ യാസീൻ നേർച്ചയാക്കുക. 1 പ്രാവശ്യം, 3 പ്രാവശ്യം, അങ്ങനെ ഒറ്റയായ നിലക്കാണ് നല്ലത്. 3 പ്രാവശ്യം, അതല്ലെങ്കിൽ പിന്നെ 11 പ്രാവശ്യം, 101 പ്രാവശ്യമൊക്കെ മഹാനവറുകളുടെ പേരില് യാസീൻ നേർച്ചയാക്കി ഓതിക്കഴിഞ്ഞാൽ എത്ര വലിയ കൊടും പ്രശ്നമാണെങ്കിലും മഹാനവറുകള് അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ട് നമ്മളെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു നൽകും, നമ്മളെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി തരുമെന്നുള്ളതാണ്. അള്ളാഹു എവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ കടങ്ങൾ വീട്ടിത്തരണേ അല്ലാ. ഞങ്ങളെ മജ്‌ലിസ് ഖബൂൽ ചെയ്യണേ റഹ്മാനെ. ഞങ്ങളെ മജ്‌ലിസിൽ പങ്കെടുക്കുന്നവരുടെ പ്രയാസങ്ങൾ അകറ്റണേ അല്ലാ. ഇനി CM വലിയുള്ളാഹി തങ്ങളെ മഖ്ബറ സിയാറത്ത് ചെയ്യുക എന്നുള്ളതാണ്. അല്ലേ, വലിയ പ്രശ്നങ്ങളാണ്, നീറി നമ്മൾ കഷ്ടപ്പെടുന്ന പ്രയാസങ്ങളാണെങ്കിൽ കൊല്ലത്തിലെങ്കിലും 1 പ്രാവശ്യം മഖ്ബറ പോയി സിയാറത്ത് ചെയ്യുക. CM വലിയുള്ളാഹി തങ്ങളെ മഖ്ബറ സിയാറത്ത് ചെയ്യുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ധൃതിയിൽ വേഗം പോയി വേഗം വരണം എന്ന നിലക്ക് നിങ്ങൾ ആരും സിയാറത്ത് ചെയ്യരുത്. ഒരു ഒഴിവുള്ള സമയം നോക്കി അങ്ങ് സിയാറത്ത് പോവുക. അവിടെ 1 മണിക്കൂറെങ്കിലും നിൽക്കണം. ഇത് ചില ആളുകളുണ്ട്, ഒരു ഫാത്തിഹ ഓതിയിട്ട് ഒരു കുൽഹുവല്ലാഹ് ഓതിയിട്ട് വേഗം എസ്കേപ്പ് ആവും. അങ്ങനെ പറ്റൂല. ഒരു മണിക്കൂറെങ്കിലും, അതല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും CM വലിയുള്ളാഹി തങ്ങളെ മഖ്ബറയിൽ നിൽക്കാൻ പറ്റുന്ന രൂപത്തിലായിരിക്കണം നമ്മൾ സിയാറത്ത് ചെയ്യേണ്ടത്. അങ്ങനെ അവിടെ പോയിരുന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ മഹാനവറുകൾ നമ്മളെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹുവിനോട് പറഞ്ഞ് പരിഹരിച്ചു നൽകുമെന്നുള്ളതാണ്. ഒരുപാട് ആളുകൾക്ക്, കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് അവിടെ പോയിട്ട് ഫലം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അല്ലാഹുവേ അവിടുത്തെ ബറക്കത്ത് കൊണ്ട് മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ഞങ്ങളെ കുടുംബത്തിൽ സന്തോഷം നൽകണേ അല്ലാ. ഇൻഷാ അല്ലാഹ് ഇനി കഴിയുന്ന ആളുകളൊക്കെ അവിടുത്തെ പേരിൽ ദിക്റുകളും സലാത്തുകളൊക്കെ നേർച്ചയാക്കി ചെല്ലുമ്പോൾ ഫലം കൂടുമെന്നുള്ളതാണ്. ഒരു 313 ലാ ഇലാഹ ഇല്ലല്ലാഹ് നേർച്ചയാക്കുക CM വലിയുള്ളാഹിന്റെ പേരിൽ, അതല്ലെങ്കിൽ ഒരു 313 യാസീൻ നേർച്ചയാക്കുക, അതല്ലെങ്കിൽ ഒരു 313 സ്വലാത്ത് അവിടുത്തെ പേരിൽ നേർച്ചയാക്കിയിട്ട് നമ്മൾ അങ്ങനെ ചെല്ലുക. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാന്മാരുടെ സഹായം നമ്മൾക്ക് നൽകുമെന്നുള്ളതാണ്. അല്ലാഹുവേ ഞങ്ങളെ മജ്‌ലിസ് നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളെ മജ്‌ലിസ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ എല്ലാ പ്രയാസങ്ങളും നീ അകറ്റണേ അല്ലാ. കടമുള്ള ആളുകളുണ്ട്, വീട്ടിൽ കൊടുക്കണേ റഹ്മാനെ. വീടില്ലാത്ത ആളുകളുണ്ട്, വീട് കൊടുക്കണേ അല്ലാ. പടച്ചവനെ, മക്കൾക്ക് ബർക്കത്ത് കൊടുക്കണേ റഹ്മാനെ. ദാമ്പത്യ ജീവിതത്തിൽ ഖൈർ നൽകണേ അല്ലാ. ജോലി ഇല്ലാത്തവർക്ക് നല്ല ജോലി നൽകണേ റഹ്മാനെ. പരീക്ഷ എഴുതിയ മക്കൾക്ക് ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഒരുപാട് രോഗികളുണ്ട്, ശിഫ നൽകണേ അല്ലാ. ദാരിദ്ര്യത്തിനെ തൊട്ടുകാക്കണേ, ഭക്ഷണത്തിൽ വിശാല നൽകണേ, സിഹ്ർ കണ്ണേറുകൾ
ഷറുകളെ തൊട്ട് കാക്കണേ അല്ലാ, പൈശാചികമായ ഷറുകളെ തൊട്ട് കാത്തോളണേ അല്ലാ. മക്കളെ ദുസ്വഭാവങ്ങൾ നന്നാക്കണേ റഹ്മാനെ, ദാമ്പത്യ ജീവിതത്തിൽ ഐക്യം നൽകണേ അല്ലാ, മരണപ്പെട്ടുപോയുടെ ഖബർ വിശാലമാക്കണേ അല്ലാ, ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് വിജയം നൽകണേ അല്ലാ. ഞങ്ങൾക്കും ഞങ്ങളെ ഭാര്യ മക്കള്, മാതാപിതാക്കള്, ജ്യേഷ്ഠന്മാര്, അവരെ ഭാര്യ മക്കള്, കുടുംബക്കാര്, ഞങ്ങളുമായി ബന്ധപ്പെട്ടവര്, ഞങ്ങളെ അയൽവാസികള്, റബ്ബേ ഞങ്ങൾക്ക് ഭക്ഷണം തന്നവര്, അല്ലാഹുവേ ഞങ്ങളെ വല്ലുപ്പ വല്ലുമ്മമാര്, എല്ലാവർക്കും ഖൈറും ബർക്കത്തും ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യവും ഇസ്സത്തും ഖുവത്തും റാഹത്തും ഈമാനും തഖ്വയും സാമ്പത്തികമായ അഭിവൃദ്ധിയും നൽകണേ റഹ്മാനെ. മുഅ്മിനീങ്ങളെ ഇസ്സത്ത് നീ സംരക്ഷിക്കണേ അല്ലാ, ഞങ്ങളെ കാര്യങ്ങൾ എളുപ്പമാക്കണേ അല്ലാ, ഞങ്ങളെ മജ്ലിസ് ഖബൂൽ ചെയ്യണേ റഹ്മാനെ, ഞങ്ങളെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ, നിനക്ക് വഴിപ്പെട്ട് ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ, നമുക്ക് പോലും മബ്രൂറുമായ ഹജ്ജും ചെയ്യാല ഭാഗ്യം നൽകണേ അല്ലാ. ഒരുപാട് ആളുകൾ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്, അവരെ എല്ലാ ഉദ്ദേശങ്ങളും നിറവേറ്റി കൊടുക്കണേ അല്ലാ, എല്ലാ പ്രയാസങ്ങളും അകറ്റി കൊടുക്കണേ അല്ലാ, എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ, നരകത്തിനെ തൊട്ട് കാക്കണേ അല്ലാ, ഞങ്ങൾക്കൊക്കെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ, മരണപ്പെട്ടുപോയ ഖബർ വിശാലമാക്കണേ അല്ലാ, അവർക്കും ഞങ്ങൾക്കും നാളെ ജന്നാത്തുൻ നഈമിൽ ഒരുമിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. മുഅ്മിനീങ്ങളെ സംരക്ഷിക്കണേ റബ്ബേ, മുഅ്മിനീങ്ങളെ ഇസ്സത്ത് നീ കാക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ വഇയ്യാഹും ബിമഗ്ഫിറതിക യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.